സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ സ്നേഹിക്കാൻ ഒരു കാലം. കുളി കഴിഞ്ഞ് ടവൽ കൊണ്ട് മുടി തോർത്തുമ്പോൾ ബാത്റൂമിലെ നിലക്കണ്ണാടിയിൽ ഹണിയൊന്ന് നോക്കി. ഇന്നലെ വരെ അവൾ ഹണി ഈപ്പനായിരുന്നു. ഇന്നു മുതൽ ഹണി ശ്രീരാജ് മേനോൻ. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കഴുത്തിൽ മിന്നി കിട്ടിയതുകൊണ്ടോ പരസ്പരം പൂമാല ഇട്ടതുകൊണ്ടോ ഭാര്യ ഭർത്താക്കന്മാരാകുമോ? പള്ളിയിൽ വിളിച്ചു ചൊല്ലാൻ നടന്നില്ല. മന്ത്രകൂടിയെടുത്ത് മണവാളിനോടൊപ്പം അൾത്താരയുടെ മുന്നിൽ നിന്നില്ല. പുരോഹിതനിൽ നിന്ന് വിവാഹ കൂദാശ സ്വീകരിച്ചില്ല. ഗായക സംഘം മംഗളഗാനങ്ങൾ ആലപിച്ചില്ല. വിവാഹ സൽക്കാരത്തിനു മുമ്പ് ആശംസാ പ്രസംഗം നടന്നില്ല. ബന്ധുമിത്രാദികൾ ചടങ്ങിൽ പങ്കെടുത്തില്ല. സിഡ്നിയിലേക്ക് പറക്കുന്ന വിമാനത്തിലിരിക്കുന്ന ചാച്ചനോ അമ്മച്ചിയോ ഒന്നും അറിഞ്ഞിട്ടില്ല. ഹണിയൊന്നും നെടുവീർപ്പിട്ടു. എല്ലാവരും അറിഞ്ഞ് അവരുടെ സമ്മതത്തോടെ ഈ കെട്ട് നടക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ശ്രീരാജ് ഹാളിലുണ്ട്. ബെഡ്റൂമിൻ്റെ വാതിലടച്ച് ബോൾട്ടിട്ടാണ് അവൾ കുളിക്കാൻ കയറിയത്. അബദ്ധത്തിൽ അവൻ ബെഡ്റൂമിലേക്ക് വന്നാൽ ബാത്റൂമിൽ നിന്നിറങ്ങി അവൾ ബെഡിൽ എടുത്തു വച്ചിരുന്ന നൈറ്റ് ഡ്രസ് ധരിച്ചു. ഇന്ന് ആദ്യ രാത്രിയാണ്. ഓർത്തപ്പോൾ അവളുടെ ശരീരത്തിലൂടെ ഒരു കൊള്ളിമീൻ പാഞ്ഞുപോയി. രണ്ടുപേരും കൂടി മാറ്റിന് കാണാൻ പോയപ്പോൾ തിയേറ്ററിലെ ഇരുട്ടിൽ വെച്ച് ശ്രീ കൈകൾ പിടിച്ചമർത്തിയിട്ടുണ്ട്. 2-3 തവണ ഉമ്മ വെച്ചിട്ടുണ്ട്. അല്ലാതെ അനാവശ്യമായി അവൻ ഒന്നും ചെയ്തിട്ടില്ല. അത് കാരണം അവനോട് ഇഷ്ടവും ബഹുമാനവും കൂടിയതേയുള്ളൂ. അവൻ എന്നെയാണ് സ്നേഹിക്കുന്നത്, എൻ്റെ ശരീരത്തെയല്ല. ഈറൻ മുടി ഉണങ്ങിയ ഒരു ടവലിൽ ചുറ്റി ഉച്ചിയിൽ കെട്ടിവെച്ച് അവൾ വാതിൽ തുറന്ന് ഹാളിലേക്ക് ചെന്നു. സിറ്റിയിൽ ചിന്താമഗ്നനായി ഇരിക്കുകയായിരുന്നു ശ്രീരാജ്. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. കുളിച്ചോ നീ? അവൻ ചോദിച്ചു. അവൻ എഴുന്നേറ്റു. കസവും മുണ്ടും ഷർട്ടുമായിരുന്നു അപ്പോഴും അവൻ്റെ വേഷം. എങ്കിൽ ഞാൻ കുളിച്ചിട്ട് വരാം. അവൻ്റെ മുഖം അത്ര പ്രസന്നമല്ലെന്ന് അവൾ ശ്രദ്ധിച്ചു. ശ്രീ, അവൾ വിളിച്ചു. അവൻ തലയുയർത്തി അവളെ ഒന്ന് നോക്കി. എന്താ ഒരു വിഷമം പോലെ? അവൾ ചോദിച്ചു. ഏയ്, നിനക്ക് വെറുതെ തോന്നുന്നതാ. അല്ല, നീ ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു അല്ലേ? ശ്രീരാജ് മിണ്ടിയില്ല. ഇതൊന്നും വേണ്ടായിരുന്നെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇപ്പോൾ? ഇല്ല ഹണി, ഞാനങ്ങനെ ചിന്തിച്ചതേയില്ല. പക്ഷേ അച്ഛനെയും അമ്മയും ഓർത്തപ്പോൾ ചെറിയ സങ്കടം വന്നു. അവരുടെ അനുഗ്രഹാശിസുകളോടെ വേണമായിരുന്നു എനിക്ക് നിന്നെ ഭാര്യയാക്കാൻ. അതിനു പകരം അവരെ ധിഖരിച്ച്. ഇനിയും സമയമുണ്ട്. ഞാനും നീയുമല്ലാതെ വീണയും നിത്യവും മാത്രമേ ഇക്കാര്യം അറിഞ്ഞിട്ടുള്ളൂ. അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം അവന് പെട്ടെന്ന് മനസ്സിലായി. ഹണി, താക്കീതുപോലെ അവൻ വിളിച്ചു. എന്ത് കാര്യം നമ്മൾ ചെയ്താലും പിന്നീട് കുറ്റബോധം തോന്നരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊരു കുറ്റബോധവുമില്ല. അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം ഓർത്തപ്പോൾ വിഷമം തോന്നിയെന്നത് നേരാണ്. പക്ഷേ നീ വേഗം കുളിച്ചിട്ട് വാ ശ്രീ. ഇനി നമുക്ക് നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമല്ലേ നമ്മൾ ഇന്ന് നടപ്പാക്കിയത്? ശരിയാണ്. ഒറ്റയ്ക്കിരുന്നപ്പോൾ മനസ്സിലേക്ക് ഓരോന്നൊക്കെ കയറി വന്നു. അത്രയേ ഉള്ളൂ. അവൻ ബാത്റൂമിലേക്ക് പോയി. അപ്പോഴാണ് അവളുടെ മൊബൈൽ ബെല്ലടിച്ചത്. നോക്കിയപ്പോൾ വീണയാണ് വിളിക്കുന്നത്. തിരക്കിനിടയിൽ അവളുടെ കാര്യമേ മറന്നു. ഹലോ വീണ. എടി, ഞാനിപ്പോൾ നിന്റെ വിൽസൺ അങ്കിളിൻ്റെ വീട്ടിലാണ്. അയ്യോ, രാത്രിയായില്ലേ? നിന്നെ അങ്കിൾ ഹോസ്റ്റലിൽ കൊണ്ടുവിടാഞ്ഞതെന്താ? ആശങ്കയോടെ ഹണി ചോദിച്ചു. ട്രെയിൻ ലേറ്റായിരുന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ 7 മണി കഴിഞ്ഞു. പുള്ളിയെ ഞാൻ പലതവണ വിളിച്ചു. കോൾ എടുക്കണ്ടേ? ഒടുവിൽ ഓട്ടോ പിടിച്ച് ഞാനിങ്ങ് പോന്നു. ഉണ്ടായ സംഭവങ്ങൾ വീണ പറഞ്ഞു. നീ പേടിക്കണ്ട. വിൽസൺ അങ്കിൾ പാവമാണ്. ഹണി അവൾക്ക് ധൈര്യം കൊടുത്തു. ഒരിക്കൽ പോലും നീ കണ്ടിട്ടില്ലാത്ത ആളിൻ്റെ സ്വഭാവം നിനക്ക് എങ്ങനെ അറിയാം? വീണ ചോദ്യം ചെയ്തു. മനുഷ്യപ്പറ്റുള്ളവനാടി പുള്ളി. അമ്മച്ചി പറഞ്ഞ് എനിക്കറിയാം. പണ്ടൊരു നായര് പെണ്ണുമായി അടുപ്പത്തിലായിരുന്നു അങ്കിൾ. കെട്ടാൻ വീട്ടുകാർ സമ്മതിച്ചില്ല. എൻ്റെ ചാച്ചനായിരുന്നു എതിർത്തവരിൽ ഒരു പ്രധാനി. ശ്രീയുമായുള്ള എൻ്റെ മാരേജിന് ഒരിക്കലും ചാച്ചൻ സമ്മതിക്കത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ. കണ്ടിട്ട് പാവമാണെന്ന് തോന്നുന്നു. നിന്റെ ചാച്ചൻ്റെ മോളാണല്ലോ എന്ന് വിചാരിച്ചായിരിക്കും നല്ല സ്നേഹത്തോടാ എന്നോട് പെരുമാറിയേ. അതുകൊണ്ട് മാത്രമല്ലടി, ആത്മാർത്ഥതയുള്ളവനാ. സ്നേഹിച്ച പെണ്ണ് വേറൊരുത്തിനെ കെട്ടിയിട്ടും അങ്കിൾ ഇതുവരെ കെട്ടാതെ നിൽക്കുന്നതെന്താ? ആ സ്നേഹത്തോട് കൂറുള്ളത് കൊണ്ടാ. മനസ്സിലായോ? മനസ്സിലായേ. രാത്രിയിൽ കഴിക്കാനൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ. എന്നിട്ടും പോയേക്കുവാ മേടിച്ചോണ്ട് വരാൻ, വീണ പറഞ്ഞു. അതിപ്പോൾ കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ പട്ടിണി കിടത്താൻ ഒരാണിനും മനസ്സനുവദിക്കത്തില്ല. ഹണി ചിരിച്ചു. ഹണി, അവൾക്ക് ദേഷ്യം വന്നു. ഞാനിപ്പോൾ പറഞ്ഞത് ഒരു തമാശ.
നീ കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണാണെന്ന് പറഞ്ഞത് സത്യം. നിനക്ക് തമാശ. എന്നെ ഈ ഊരാക്കുടുക്കിലേക്ക് തള്ളിവിട്ടത് നീ. അവിടെ ഇരുന്ന് ചിരിക്കുന്നു. അപ്പോൾ നിനക്ക് നിന്റെ ജലജാൻറ്റിയുടെ കൂടെ പോകുന്നതായിരുന്നോ ഇതിലും സന്തോഷം? അയ്യോ, അക്കാര്യം എന്നെ ഓർമ്മിപ്പിക്കാതെ. ട്രെയിനിലിരുന്ന് ഞാൻ 2-3 തവണ നിത്യയെ വിളിച്ചു. റേഞ്ചില്ലായിരുന്നത് കൊണ്ട് അവളെ കിട്ടിയില്ല. അവളെന്നെ വിളിച്ചു കാണുമായിരിക്കും. പക്ഷെ എൻ്റെ മൊബൈലിൽ കോൾ വന്നില്ലടി. ഞാൻ അവളെ വിളിച്ചായിരുന്നു. അവളപ്പോൾ കാറിലായിരുന്നു. അച്ഛനും അമ്മയും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ ഇതുവരെ വിളിച്ചുമില്ല. അവർ ഹോസ്റ്റലിൽ ചെന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കി കാണും. രണ്ടുപേരും വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓർക്കുമ്പം പേടിയാ. നീ അവിടെ സേഫാ മോളെ. ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. ഹണി അവളെ ആശ്വസിപ്പിച്ചു. ഈ വീട്ടിൽ ഞാൻ സേഫല്ല ഹണി. നിന്റെ അങ്കിളിനെയല്ല പേടി. ഞാനിവിടുണ്ടെന്നറിഞ്ഞാൽ ജലജി ആൻറ്റി വന്ന് നിഷ്പ്രയാസം എന്നെ കൊണ്ടുപോകും. പക്ഷേ ഇവിടെയും ഏതെങ്കിലും ഹോസ്റ്റലിൽ അക്കോമഡേഷൻ കിട്ടിയാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നാളെ തന്നെ അങ്കിൾ നിന്നെ ഹോസ്റ്റലിലാക്കും. നീ ഹോസ്റ്റലിലേക്ക് മാറിയാലേ എനിക്ക് മനസ്സമാധാനം കിട്ടും. നാളെയോ മറ്റന്നാളോ അങ്കിളിനെ ചാച്ചൻ വിളിക്കും. നീ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്ക് ഫോൺ കൊടുക്കാൻ അങ്കിളിനോട് ചാച്ചൻ പറഞ്ഞാൽ. വീണ ഞെട്ടി. ഹണി, നീ എന്നെ പേടിപ്പിക്കാതെ. ഇല്ലടി, നാളെ തന്നെ നിന്നെ ഹോസ്റ്റലിലാക്കും. നമുക്ക് ഈ വിഷയം വിടാം. വേറെ എന്തെങ്കിലും പറ. ശ്രീരാജ് എന്തിയെ? കുളിക്കുവോ? ഒരു നല്ല കാര്യം ആരംഭിക്കാൻ പോവുമല്ലേ. കുളിച്ച് ശരീരശുദ്ധിയൊക്കെ വരുത്തിയിട്ട് മതിയെന്ന് ശ്രീ പറഞ്ഞു. നല്ല കാര്യമോ? വീണയ്ക്ക് മനസ്സിലായില്ല. അതായത് ആദ്യ രാത്രി. വീണ ചിരിച്ചുപോയി. നിങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റ് എവിടെയാണ്? സിവിൽ സ്റ്റേഷൻ്റെ അടുത്താണ്. പുതിയ ഫ്ലാറ്റാ. നല്ല സൗകര്യമുണ്ട്. തൽക്കാലം ആരെയും പരിചയപ്പെടാനൊന്നും പോകുന്നില്ല. ആരെങ്കിലും കള്ളം കണ്ടുപിടിച്ചാലോ? എൻ്റെ അവസ്ഥ അത് തന്നെയല്ലേടി. ഭയങ്കര റിസ്ക്കാണ് നമ്മൾ എടുത്തേക്കുന്നേ, വീണ പറഞ്ഞു. പക്ഷേ വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടല്ലേ. ദാ ശ്രീ കുളിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നാളെ വിളിക്കാം മോളെ. ഓക്കേടാ. ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ഇനിയിപ്പോൾ സ്വീറ്റ് ഡ്രീംസ് പറയണ്ട, സ്വീറ്റ് റിയാലിറ്റി അല്ലേ. ദൃക്സാക്ഷി വിവരണം നാളെ തരാട്ടോ. പോടി ഒരു നാണവുമില്ലാതെ. വീണ കോൾ കട്ട് ചെയ്തു. ഹണി പൊട്ടിച്ചിരിച്ചു. ചിരി കേട്ടുകൊണ്ടാണ് ശ്രീരാജ് വന്നത്. ആരായിരുന്നു? അവൻ ചോദിച്ചു. വീണ. അവൾ വിൽസൺ അങ്കിളിൻ്റെ വീട്ടിലാ. അവിടെ ചെന്നപ്പോൾ സന്ധ്യ കഴിഞ്ഞു. അയ്യോ, അവളവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കല്ലല്ലോ, വിൽസൺ അങ്കിളുമില്ലേ? ശ്രീരാജ് അവളെ ഒന്ന് നോക്കി. അതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി. ഏയ്, ഈപ്പച്ചായൻ്റെ മോളുടെ അടുത്ത് അങ്കിൾ ഡീസൻ്റായിട്ടേ പെരുമാറൂ. അവൾ പറഞ്ഞു. അതെ, അങ്ങനെ വിശ്വസിക്കുന്നതാണ് നല്ലത്. നമുക്ക് വല്ലതും കഴിക്കാം. നല്ല വിശപ്പുണ്ട്. ചപ്പാത്തിയും ചിക്കനും പാഴ്സൽ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവൻ. കഴിച്ചിട്ട്? അവൾ അവനെ ഒന്ന് നോക്കി. കഴിച്ചിട്ട്? അവൻ അറിയാത്ത മട്ട് നടിച്ചു. പോടാ കുരങ്ങി. അവൾ കള്ളച്ചിരിയോടെ തിരിഞ്ഞു നിന്നു. അവൻ പിന്നിലൂടെ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. എടി, നീ എൻ്റെ മുത്തല്ലേ. രാവിലെ 5 മണിയായപ്പോൾ അലാറം അടിച്ചു. അത് കേട്ടുകൊണ്ടാണ് വിൽസൺ ഉണർന്നത്. അയാൾ എഴുന്നേറ്റ് പല്ല് ബ്രഷ് ചെയ്തിട്ട് ട്രാക്ക് സ്യൂട്ട് എടുത്ത് ധരിച്ചു. ഹണി നല്ല ഉറക്കമായിരിക്കും. അയാൾ മുൻവാതിൽ വെളിയിൽ നിന്ന് പൂട്ടിയിട്ടാണ് മ്യൂസിയത്തിലേക്ക് നടക്കാൻ പോയത്. തിരിച്ചു വന്നപ്പോൾ നേരം നന്നായി വെളുത്തിരുന്നു. ഗേറ്റിൽ കെട്ടിവെച്ചിരുന്ന പൈപ്പിൽ നിന്ന് പത്രം എടുത്തുകൊണ്ട് അയാൾ ഹാളിലേക്ക് കയറി. ഹണി ഉണർന്ന ലക്ഷണമില്ല. കിച്ചണിൽ ചെന്ന് കാപ്പി ഉണ്ടാക്കുമ്പോൾ ഇന്ന് ഒരാൾക്ക് കൂടി വേണമല്ലോ എന്ന് അയാൾ ഓർത്തു. മഗ് നിറയെ കാപ്പി പകർന്നിട്ട് ബാക്കിയുള്ളത് അയാൾ ഫ്ലാസ്കിൽ ഒഴിച്ചടച്ചു വെച്ചു. അവൾ ഉണർന്നു വരുമ്പോൾ ചൂടോടെ എടുത്ത് കുടിക്കട്ടെ. ഇപ്പോഴത്തെ പെൺപിള്ളേർ ഏത് നേരത്താണ് ഉറക്കമുണർന്ന് എഴുന്നേൽക്കുന്നതെന്ന് ഊഹിക്കാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ വിൽസൺ അയാളുടെ ചേച്ചിയുടെ വീട്ടിൽ പോയി 1-2 ദിവസം താമസിക്കാറുണ്ട്. സൂസമ്മ ചേച്ചി അയർക്കുന്നത്താണ് താമസിക്കുന്നത്. മൂത്ത മകൾ സുജ മംഗലാപുരത്ത് എഞ്ചിനീയറിംഗ് അവസാന വർഷം പഠിക്കുകയാണ്. അവൾ വെക്കേഷന് വീട്ടിൽ വന്നാൽ ഉച്ചയ്ക്ക് 12 മണി വരെ കിടന്നുറങ്ങും. നീ വീട്ടിൽ വരുന്നത് ഉറങ്ങാനാണോടി എന്ന് സൂസമ്മ ചേച്ചി ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. പത്രവും കാപ്പിയുമായി വിൽസൺ സിറ്റൗട്ടിൽ വന്നിരുന്നു. ഓഫീസിലെ ദിവ്യയും രാജശ്രീയും സെലിനും ഹസീനയും ഒക്കെ ഓരോരോ ലേഡീസ് ഹോസ്റ്റലിലാണ് താമസം. റൂമോ ബെഡോ ഒഴിവുണ്ടോ അവരുടെ ഹോസ്റ്റലിൽ എന്നന്വേഷിക്കാൻ 3-4 ദിവസം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. സാധിച്ചാൽ ഇന്ന് തന്നെ ഹണിയെ ഹോസ്റ്റലിലേക്ക് വിടണം. അല്ലെങ്കിൽ തനിക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. ഇന്നലെ വരാൻ സാധിക്കാഞ്ഞതുകൊണ്ട് ഉല്ലാസം സംഘവും ഇന്ന് വരും. ഹണി ഈ ആഴ്ചയിൽ 1 ദിവസം വരാനും സാധ്യതയുണ്ട്. കാപ്പി മുത്തി കുടിച്ച് പത്രം വായിക്കുമ്പോഴാണ് ഗേറ്റ് തുറക്കുന്ന ശബ്ദം വിൽസൺ കേട്ടത്. നോക്കിയപ്പോൾ ശാന്തമ്മയാണ്. അയാൾ ഒന്ന് ഞെട്ടി. ഹണിയെ കണ്ടാൽ ആരാണെന്ന് പറയും? അനിയത്തിമാർ ഇല്ലെന്ന് ശാന്തമ്മയ്ക്കറിയാം.
കഴിഞ്ഞ 4-5 കൊല്ലത്തിനിടയിൽ ഒരു ബന്ധുവിനെയും ശാന്തമ്മ ഇവിടെ കണ്ടിട്ടുമില്ല. ബന്ധുവാണെന്ന് പറഞ്ഞാൽ ആ സ്ത്രീ വിശ്വസിക്കണമെന്നുമില്ല. അയാളെ നോക്കാതെ ശാന്തമ്മ നേരെ അകത്തേക്ക് കയറിപ്പോയി. 1 മണിക്കൂറിനകം അവർ സ്ഥലം വിടും. അതിനുള്ളിൽ ഹണി ഉണരാതിരുന്നാൽ മതിയായിരുന്നു. കിച്ചണിൽ പാത്രങ്ങൾ കഴുകി വെക്കുന്ന ശബ്ദം അയാൾ കേട്ടു. പിന്നെ ശാന്തമ്മ മുറ്റമടിക്കാൻ വന്നു. ടൈൽസ് പാകിയ മുറ്റമാണ്. അത് കാരണം പെട്ടെന്ന് ആ പണിയും തീർന്നു. അത് കഴിഞ്ഞാണ് അവർ താഴത്തെ മുറികളുടെ തറ തുടച്ചത്. ആഴ്ചയിൽ ഒരിക്കലേ മുകളിലേക്ക് പോകാറുള്ളൂ. അതുകൊണ്ട് ഇന്ന് പോകാൻ സാധ്യതയില്ല. വിൽസൺ അങ്ങനെ ആശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശാന്തമ്മ ചൂലും ബക്കറ്റും തറ തുടയ്ക്കുന്ന മോപ്പുമായി മുകളിലേക്ക് പോകാൻ ഒരുങ്ങിയത്. ഇന്ന് മുകളിൽ തുടയ്ക്കണ്ട. പെട്ടെന്ന് അയാൾ അവരെ തടഞ്ഞു. അതെന്താ? 2 ദിവസം മുമ്പല്ലേ തുടച്ചത്? സാറിന് വേണ്ടെങ്കിൽ എനിക്കൊരു നിർബന്ധവുമില്ല. അപ്പോഴാണ് മുകളിൽ ഒരു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. ആരെങ്കിലും ഉണ്ടോ മോളിൽ? സംശയത്തോടെ ശാന്തമ്മ ചോദിച്ചു. അയാൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയും മുമ്പ് വീണ മെല്ലെ സ്റ്റെയർകേസ് ഇറങ്ങി വന്നു. അത് ശരി, എല്ലാം മനസ്സിലായ മട്ടിൽ ശാന്തമ്മ അയാളെ നോക്കി തല കുലുക്കി. വിളറിയ മുഖവുമായി വിൽസൺ നിന്നു. വീണ മെല്ലെ സ്റ്റെയർകേസ് ഇറങ്ങി വന്നു. അപ്പോൾ താഴെ സ്വീകരണ മുറിയിൽ മുകളിലേക്ക് തന്നെ നോക്കി വിൽസണും ശാന്തമ്മയും നിൽപ്പുണ്ടായിരുന്നു. അവരെ കണ്ട് അവൾ ഞെട്ടി. ഇതെന്റെ ബന്ധു, ഈപ്പച്ചായൻ്റെ മോൾ ഹണിയാ ശാന്തമ്മേ. പെട്ടെന്ന് വിൽസൺ പറഞ്ഞു. അതിന് ഈ കൊച്ച് ആരാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ സാറേ. ശാന്തമ്മ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഹണിക്ക് ഇവിടെ ഒരു കമ്പനിയിൽ ജോലി കിട്ടി വന്നതാ. സന്ധ്യ കഴിഞ്ഞതുകൊണ്ട് ഇന്നലെ ഹോസ്റ്റലിലേക്ക് പോകാൻ പറ്റിയില്ല. ഇതൊക്കെ എന്നോടെന്തിനാ പറയുന്നേ? സാറായി സാറിൻ്റെ പാടായി. എനിക്കതിലൊരു കാര്യവുമില്ല. അനിഷ്ടം ഭാവിച്ച് ശാന്തമ്മ കിച്ചണിലേക്ക് പോയി. വീണ പെട്ടെന്ന് നിന്നു. അഹിതമായ എന്തോ സംഭവിച്ചെന്ന് അവൾക്ക് മനസ്സിലായി. അവളെ നോക്കി വിൽസൺ ഒരു വിളറിയ ചിരി ചിരിച്ചു. ഇതെൻ്റെ പാർട്ട് ടൈം സ്വീപ്പറാ ശാന്തമ്മ. പക്ഷേ പേര് കേട്ട് തെറ്റിദ്ധരിക്കേണ്ട, ഒട്ടും ശാന്തയല്ല. വിൽസൺ തല തിരിച്ച് പിന്നിലേക്കൊന്ന് നോക്കി. ഹണി മുകളിലുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞില്ല. അതിൻ്റെ ദേഷ്യമാ കാണിച്ചിട്ട് പോയേ. ഞാൻ വന്നത് അങ്കിളിന് ബുദ്ധിമുട്ടായി അല്ലേ? വീണ ചോദിച്ചു. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല കൊച്ചേ. നീ വേണേൽ ഒരാഴ്ചയോ 1 മാസമോ ഇവിടെ തങ്ങിക്കോ. എനിക്കൊരു പ്രയാസവുമില്ല. വിൽസൺ കൂസലില്ലായ്മ നടിച്ചു നിന്നു. അത് വേണ്ട അങ്കിളെ, ഇന്ന് തന്നെ എന്നെ ഏതെങ്കിലും ഹോസ്റ്റലിലാക്കണേ, അവൾ അപേക്ഷിച്ചു. ഹണി വിഷമിക്കണ്ട, എല്ലാം ശരിയാക്കാം. നൈറ്റി മാറ്റി സാരി ഉടുത്ത് ശാന്തമ്മ പ്ലാസ്റ്റിക് സഞ്ചിയും തൂക്കി പോകാനായി വന്നു. ഞാൻ പോവുക, നാളെ വരത്തില്ല, മറ്റന്നാൾ വരും, ആരോടൊന്നില്ലാതെ പറഞ്ഞിട്ട് അവർ ധൃതിയിൽ പുറത്തേക്കിറങ്ങിപ്പോയി. സാധാരണ ശാന്തമ്മ യാത്ര പറയാറില്ല. ജോലി തീരുമ്പോൾ ഒന്നും പറയാതെ പോവുകയാണ് പതിവ്. ഇന്നലെ സുഖമായി ഉറങ്ങിയോ? വിഷയം മാറ്റാനായി വിൽസൺ ചോദിച്ചു. അവൾ മൂളി. ഹോസ്റ്റലിൽ എത്ര പേരാ ഒരു റൂമിൽ? 3 പേരുണ്ട്. ആരൊക്കെയായിരുന്നു ഹണിയുടെ റൂമിൽ? നിത്യയും ഹണിയും. ഓർക്കാതെ അവൾ പറഞ്ഞു. നിത്യയും ഹണിയും, പിന്നെ ആരാണ്? വീണയും. അവൾക്ക് പറയേണ്ടി വന്നു. ഓക്കെ. ഹണിക്ക് ഞാൻ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 9 മണിയാകുമ്പോൾ ഞാൻ ഓഫീസിലേക്ക് പോകും. ഇവിടെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടോ? ഇല്ല. ഗുഡ് ഗേൾ. വിൽസൺ അയാളുടെ മുറിയിലേക്ക് ചെന്ന് വാതിലടച്ചു. വാർഡ്രോബ് തുറന്ന് അന്ന് ധരിക്കാനുള്ള പാൻസും ഷർട്ടും സെലക്ട് ചെയ്തു. 2ഉം ഇസ്തിരിയിട്ട് മടക്കി വെച്ചു. ആഴ്ചയിലൊരിക്കൽ ഞായറാഴ്ചയാണ് വാഷിംഗ് മെഷീനിലിട്ട് തുണികൾ കഴുകുന്നത്. ടെറസിൽ ഉണക്കിയെടുത്ത് അവയെല്ലാം അലമാരിയിൽ കൊണ്ടുചെന്ന് വെക്കും. എന്നും രാവിലെ ആവശ്യമുള്ളതെടുത്ത് ഇസ്തിരിയിടും. ഇതൊക്കെ ചെയ്തു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിലപ്പോഴൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. ഷേവ് ചെയ്ത് കുളിച്ച് വേഷം ധരിച്ചു കഴിഞ്ഞപ്പോഴാണ് വിൽസൺ ഒരു കാര്യം ഓർമ്മ വന്നത്. ഹണി രാവിലെ എന്ത് കഴിക്കും? ബ്രേക്ക്ഫാസ്റ്റ് മാത്രം പോരല്ലോ, ഉച്ചഭക്ഷണമോ? എത്രയും വേഗം അവളെ ഏതെങ്കിലും ഹോസ്റ്റലിലാക്കിയേ പറ്റൂ. വാതിലിൽ അപ്പോൾ ആരോ മുട്ടി. ഹണിയല്ലാതെ വേറെ ആരാണ്? വിൽസൺ കതക് തുറന്നു. ഹണിയായിരുന്നു അത്. അങ്കിളിന് ഗോതമ്പ് ദോശ ഇഷ്ടമാണോ? അവൾ ചോദിച്ചു. പക്ഷേ എവിടെ കിട്ടും? അയാൾക്ക് മനസ്സിലായില്ല. ഞാൻ ഉണ്ടാക്കാൻ പോവുക. ഫ്രിഡ്ജിൽ ആട്ടയുണ്ട്. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാമെങ്കിൽ? 10 മിനിറ്റല്ല, അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. അവൾ പെട്ടെന്ന് പിൻവലിഞ്ഞു. വിൽസണ് അത്ഭുതം തോന്നി. വലിയ പ്രശ്നങ്ങൾ എന്ന് പുരുഷന്മാർ വിചാരിക്കുന്നതൊക്കെ എത്ര പെട്ടെന്നാണ് സ്ത്രീകൾ പരിഹാരം കണ്ടുപിടിക്കുന്നത്. അരമണിക്കൂർ എടുത്തില്ല. അതിനു മുമ്പ് അവൾ ചെന്ന് അയാളെ ക്ഷണിച്ചു. അങ്കിൾ കഴിക്കാൻ വാ. അയാൾ ഡൈനിങ് റൂമിലേക്ക് ചെന്നു. മേശപ്പുറത്ത് കാസറോൾ ഉണ്ടായിരുന്നു. അയാൾക്ക് വേണ്ടി ഒരു പ്ലേറ്റും എടുത്തു വെച്ചിരുന്നു. വീണ ഒരു ഗ്ലാസ് നിറയെ കാപ്പിയുമായി വന്നു. ദോശയ്ക്ക് കറിയൊന്നുമില്ലേ? പ്ലേറ്റിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് വിൽസൺ ചോദിച്ചു. കറി ഉണ്ടാക്കാൻ വെജിറ്റബിൾസ് ഒന്നും കണ്ടില്ലല്ലോ.
ക്ഷമാപണത്തോടെ അവൾ പറഞ്ഞു. അയാൾ കാസറോളിന്റെ മൂടിയെടുത്തു. മടക്കി വെച്ചിരുന്ന 4-5 ദോശകൾ അതിലുണ്ടായിരുന്നു. ഒരെണ്ണം എടുത്ത് അയാൾ പ്ലേറ്റിൽ വെച്ചു. അത് വെറും ദോശ അല്ലായിരുന്നു. തേങ്ങ ചിരകിയതും പഞ്ചസാരയും മുകളിൽ വിതറി ചുറ്റെടുത്ത് മടക്കിയ ദോശയായിരുന്നു അത്. അയാൾ ഒരു കഷ്ണം മുറിച്ചെടുത്ത് തിന്നു. ഏലക്കായുടെ സുഗന്ധം, നല്ല മധുരം, ഒരു പ്രത്യേക രുചി. അയാൾ അത്ഭുതത്തോടെ അവളെ നോക്കി. ഹണിക്ക് കുക്കിംഗ് ഒക്കെ അറിയാലോ? +2 വരെ വീട്ടിലല്ലായിരുന്നു അങ്കിളെ. അത്യാവശ്യം ചില പാചക വിദ്യകളൊക്കെ അമ്മച്ചി പഠിപ്പിച്ചിട്ടുണ്ട്. ഹണിയുടെ ദോശ കൊള്ളാൻ കേട്ടോ. അയാൾ 3 ദോശ തിന്നു. ഹണി കഴിക്കുന്നില്ലേ? പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ വിൽസൺ ചോദിച്ചു. അങ്കിൾ കഴിച്ചിട്ട് പോയിക്കോ, എനിക്ക് ധൃതിയില്ലല്ലോ, അവൾ പറഞ്ഞു. കാപ്പി കുടിച്ചിട്ട് അയാൾ എഴുന്നേറ്റു. ഹണി ഉച്ചയ്ക്ക് എന്ത് കഴിക്കും? ദോശ ബാക്കിയുണ്ടെങ്കിലേ അത് മതി. അയാൾ ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി. ഇന്ന് തന്നെ ഞാൻ ഹോസ്റ്റൽ അറേഞ്ച് ചെയ്യാൻ കേട്ടോ. ഓഫീസിലുള്ള ചില സ്റ്റാഫിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും കിട്ടും. അവൾ മെല്ലെ തല കുലുക്കി. ഗേറ്റ് ഉള്ളിൽ നിന്ന് പൂട്ടിയേക്കണം. ആര് വന്ന് വിളിച്ചാലും തുറക്കണ്ട കേട്ടോ. കാറെടുത്ത് വിൽസൺ റോഡിലേക്ക് ഇറങ്ങി. വീണ ചെന്ന് ഗേറ്റ് അടച്ചു പൂട്ടി. ഓഫീസിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അയാൾ ഈപ്പച്ചനെക്കുറിച്ചാണ് ഓർത്തത്. തന്നെ വിശ്വസിച്ചാണ് പുള്ളി മോളെ ഇങ്ങോട്ട് വിട്ടത്. അതിനിളക്കം തട്ടാൻ പാടില്ല. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞ് അയാൾ ദിവ്യയെ വിളിപ്പിച്ചു. തന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ, എന്നിട്ടെന്തായി? അവൾക്ക് പെട്ടെന്ന് കാര്യം പിടികിട്ടിയില്ല. എന്താണ് സർ? എൻ്റെ ബന്ധത്തിലുള്ള ഒരു കുട്ടിക്ക് നിങ്ങളുടെ ഹോസ്റ്റലിൽ അക്കോമഡേഷൻ വേണമെന്ന്. അയ്യോ, അക്കാര്യം അന്ന് തന്നെ ഞാൻ അന്വേഷിച്ചു സർ. അവിടെ ഒരു രക്ഷയുമില്ല. എല്ലാ റൂമുകളും ഫുള്ളാണ് സർ, അവൾ ഖേദത്തോടെ പറഞ്ഞു. വേറെ ഏതെങ്കിലും ഹോസ്റ്റലിൽ? രാജശ്രീയോട് ചോദിക്കാൻ സർ. അവൾ ഡയാന ഹോസ്റ്റലിലല്ലേ, ചിലപ്പോൾ കണ്ടേക്കും. രാജശ്രീയോടും പറഞ്ഞിട്ടുണ്ടല്ലോ എന്നപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വന്നത്. ദിവ്യ പോയിക്കോളൂ, ഞാൻ ചോദിച്ചോളാം. രാജശ്രീ വേറൊരു കെട്ടിടത്തിലായിരുന്നു. അയാൾ റിസീവർ എടുത്ത് അവളെ വിളിച്ചു. ഇപ്പോൾ ഒരു ബെഡ് പോലും ഒഴിവില്ല സർ. പക്ഷെ 1 മാസം കഴിഞ്ഞ് എൻ്റെ റൂമിലെ ശീതൽ മെറ്റേണിറ്റി ലീവ് എടുത്ത് പോകും. അത് ഞാൻ പറഞ്ഞു വെക്കാം. ശീതൽ പിന്നെ 6 മാസമെങ്കിലും കഴിയാതെ വരത്തില്ല. അപ്പോഴേക്ക് വേറെ റൂം കിട്ടും, അവൾ പറഞ്ഞു. 1 മാസം ഹണി എവിടെ താമസിക്കും? രാജശ്രീ എന്തായാലും അതൊന്ന് ബുക്ക് ചെയ്തേക്ക്, വിട്ട് കളയണ്ട. ശരി സർ. വിൽസൺ റിസീവർ വെച്ചു. സെലീനും ഹസീനയും ഏതാണ്ട് ഇതേ മറുപടിയാണ് കൊടുത്തത്. അവരുടെ ഹോസ്റ്റലിലും ഒരു ബെഡ് പോലും ഒഴിവില്ല. ഈപ്പച്ചൻ വിളിച്ചു ചോദിക്കുമ്പോൾ എന്തു പറയും? വിൽസൺ വിഷണനായിരുന്നു. വീണ മൊബൈൽ എടുത്തെങ്കിലും നിത്യയെ വിളിക്കാൻ അവൾക്ക് ധൈര്യം വന്നില്ല. കരുണൻ അങ്കിളും ജലജി ആൻറ്റിയും അവളെ കൊണ്ടുപോകാൻ ഹോസ്റ്റലിൽ ചെന്നപ്പോൾ നിത്യ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂല്ലോ. അവൾ എഴുതിയ കത്ത് കൊടുത്തപ്പോൾ ജലജി ആൻറ്റിയും കരുണൻ അങ്കിളും അത് വിശ്വസിച്ച് കാണുമോ? വിശ്വസിക്കാതിരിക്കാൻ കാരണമൊന്നും കാണുന്നില്ല. അതുപോലെയാണല്ലോ ഹണി ആ കത്ത് തയ്യാറാക്കിയത്. ഹണിയെ വിളിക്കണം, എങ്കിലല്ലേ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയാൻ പറ്റൂ. വിൽസൺ അങ്കിളിന് ഒരു സംശയവും ഉണ്ടാകാതിരിക്കാൻ ഹണിയുടെ സഹായം കൂടിയേ തിരൂ. വീണ ഹണിയുടെ നമ്പർ എടുത്ത് വിളിച്ചു. ആദ്യത്തെ ബെല്ലിന് തന്നെ അവൾ കോൾ എടുത്തു. ഹലോ വീണ. എടി, ഞാനിപ്പോൾ വിൽസൺ അങ്കിളിൻ്റെ വീട്ടിലാണ്. എപ്പോഴാണ് ഹോസ്റ്റലിലേക്ക് മാറുന്നേ? ഹണി ചോദിച്ചു. അറിയത്തില്ലടി, അങ്കിൾ ഓഫീസിലേക്ക് പോയേക്കുവാ, വന്നിട്ടേ അറിയാൻ പറ്റൂ. നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ? എന്ത് ചോദ്യമാ ഹണി നീ ചോദിക്കുന്നേ? ആൾമാറാട്ടം നടത്തിക്കൊണ്ടിരിക്കുവല്ലേ ഞാൻ. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. അങ്ങാടിക്കൽ ഈപ്പച്ചായൻ്റെ മോൾ ഹണിയല്ലേ ഞാൻ. പക്ഷേ ഹണിയല്ല, ഞാൻ വീണയാണെന്ന് പുള്ളി മനസ്സിലാക്കിയാൽ. ഇല്ലടി, ഒന്നും സംഭവിക്കത്തില്ല. അതിനു മുമ്പ് നീ അവിടെ നിന്ന് പോകുമല്ലോ, ഹണി അവളെ സമാധാനിപ്പിച്ചു. ആളൊരു പാവമാണെന്ന ഇതുവരെയുള്ള പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് തോന്നിയത്. എന്നാലും പുള്ളി ഒരു പുരുഷനല്ലേടി, ഞാനൊരു പെണ്ണും. വേറെ ആരും ഇല്ലാത്ത വീട്ടിൽ ഞങ്ങൾ 2 പേരും. നീ ആവശ്യമില്ലാതെ പേടിക്കാതെടി. അതല്ല ഹണി, ഞാൻ ഇന്ന് കിച്ചൻ്റെ പിന്നിലെ സ്റ്റോർ റൂമിൽ ഒരു വിസ്കി കുപ്പി കണ്ടു. പുള്ളി സ്മോൾ അടിക്കുന്ന ആളാണെന്ന് എനിക്കിപ്പോൾ ഒരു സംശയം. കുടിച്ചു കഴിഞ്ഞ ആണുങ്ങളുടെ സ്വഭാവം മാറും. നിനക്കറിയാമല്ലോ നിന്റെ താമസക്കാര്യം അങ്കിൾ എന്തു പറഞ്ഞു? ഹണി ചോദിച്ചു. ഓഫീസിലുള്ള ആരെയൊക്കെയോ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇന്നോ നാളെയോ ഹോസ്റ്റൽ കിട്ടുമെന്നുമാ പറഞ്ഞത്. അതായിരിക്കും സത്യം. നീ വെറുതെ സംശയിക്കുക. വീണ അവളുടെ മുകളിലത്തെ മുറിയിൽ ഇരുന്നു കൊണ്ടാണ് സംസാരിച്ചത്. ജനാലയിലൂടെ ഗേറ്റും അതിൻ്റെ മുമ്പിലെ റോഡും കാണാമായിരുന്നു. തിരക്കുള്ള റോഡാണ്. ബൈക്കുകളും കാറുകളും ഒക്കെ ചീറിപ്പായുന്നു. ശ്രീരാജ് ഉണ്ടോ അവിടെ? വീണ തിരക്കി. ഇല്ല, രാവിലെ ഓഫീസിൽ പോയി. ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞതല്ലേ ഉള്ളൂ. ലീവ് കിട്ടത്തില്ല. ഞാൻ തനിച്ച ഫ്ലാറ്റിൽ, ഹണി പറഞ്ഞു. ആരെയെങ്കിലും പരിചയപ്പെട്ടോ അവിടെ? ഇല്ല,
അത് റിസ്ക്കാണ്. ശ്രീ വരുന്നത് വരെ ഞാൻ ഡോർ തുറക്കത്തില്ല. എനിക്കിപ്പം അതല്ല പേടി. ചാച്ചനും അമ്മച്ചിയും ഇപ്പം അവിടെ ചെന്ന് കാണും. ഏത് നിമിഷത്തിലും അവർ എന്നെ വിളിക്കും. അവർ ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിക്കുമ്പോഴാ. അവളുടെ വാക്കുകളിലെ ആശങ്ക വീണയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. താൻ കള്ളം പറയുന്നത് പോലെ അവൾക്കും കുറേ കള്ളങ്ങൾ പറയേണ്ടി വരും. നീ നിത്യയെ വിളിച്ചോ? വീണ ചോദിച്ചു. നീ നിത്യയെ വിളിച്ചോ? വീണ ചോദിച്ചു. അവൾ ഇങ്ങോട്ട് വിളിച്ചു. അന്നേരം ശ്രീ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യമായി ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. എൻ്റെ കാര്യം ചോദിച്ചോ? പിന്നില്ലേ, അങ്കിൾ അടുത്തുണ്ടെങ്കിൽ നിനക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചാണ് നിന്നെ വിളിക്കാത്തത്, ഹണി പറഞ്ഞു. എങ്കിൽ ഞാനൊന്ന് വിളിക്കാം. എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. ശരി മോളെ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ വിളിക്കണം. സഹായത്തിന് ഞങ്ങളുണ്ട്. ഹണി കോൾ കട്ട് ചെയ്തു. അവളുടെ സഹായം കൊണ്ടാണ് ഇവിടെ വരെ എത്തിയത്. ഇനിയാണെങ്കിലും അവളുടെ സഹായം കൂടിയേ കഴിയൂ. വീണ അപ്പോൾ തന്നെ നിത്യയെ വിളിച്ചു. നിന്നെ ഒന്ന് വിളിക്കാൻ പലവട്ടം ഞാൻ ഒരുങ്ങിയതടി, പക്ഷെ പേടിച്ചിട്ടാണ് വിളിക്കാത്തത്. നിനക്കവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? അവൾ ചോദിച്ചു. ഇതുവരെ കുഴപ്പമൊന്നുമില്ലടി, വീണ പറഞ്ഞു. നീ ഇപ്പോൾ അവിടെ ഏത് ഹോസ്റ്റലിലാ? ഞാനിപ്പോൾ വിൽസൺ അങ്കിളുടെ വീട്ടിലാ. അയ്യോ, നീ തനിച്ചവിടെ? എന്താ ഹോസ്റ്റലിലേക്ക് പോകാഞ്ഞത്? ആശ്ചര്യത്തോടെ നിത്യ ചോദിച്ചു. ഇതുവരെ അക്കോമഡേഷൻ ശരിയായിട്ടില്ല. ഞാനിന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. എന്നാലേ എനിക്ക് തോന്നുന്നേ പുള്ളി ഹോസ്റ്റലിൻ്റെ കാര്യം അന്വേഷിച്ച് കാണത്തില്ലെന്നാ, നിത്യ പറഞ്ഞു. അതെന്താ? കൂടെ താമസിക്കാൻ ഒരു പെണ്ണിനെ കിട്ടിയാൽ ഏതെങ്കിലും പുരുഷൻ വേണ്ടെന്ന് വെക്കുമോ? പോടി, വിൽസൺ അങ്കിളുടെ ബന്ധുവാ ഹണി. ആയിരിക്കാം, പക്ഷേ വിൽസൺ അങ്കിളിൻ്റെ പെങ്ങളൊന്നുമല്ലല്ലോ ഹണി. പോടി, നിന്നെ വിളിച്ചത് വേറൊരു കാര്യം ചോദിക്കാനാ. ജലജ ആൻറ്റിയും കരുണനങ്കിളും നീ പറഞ്ഞതൊക്കെ വിശ്വസിച്ചോ? വീണ ചോദിച്ചു. കുറേയൊക്കെ വിശ്വസിച്ചു. പക്ഷേ ഹോസ്റ്റലിൽ അവർ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടാ പോയത്. മേട്രൻ്റെ അറിവോടെയാണ് നീ പോയതെന്നും നീ മിസ്സിംഗ് ആയതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ മേട്രനാണെന്നും പറഞ്ഞ് വലിയ ബഹളമുണ്ടാക്കി. ഈശ്വരാ, വീണ പേടിച്ചു പോയി. പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കംപ്ലൈൻറ്റ് കൊടുത്തതായിട്ട് അറിവില്ല. എന്നാലും അവർ വെറുതെ ഇരിക്കത്തില്ല. നിത്യേ, എന്തെങ്കിലും ചെയ്യും. ഞാൻ എവിടെയുണ്ടെന്ന് അറിയാൻ, വീണ പറഞ്ഞു. പക്ഷേ നീ നിന്റെ അച്ഛൻ്റെ അടുത്തേക്കാണ് പോയതെന്ന് അവർക്ക് തോന്നിക്കാണും. അതുകൊണ്ട് നിന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കത്തില്ല മോളെ. അച്ഛനെ അവർ കൊന്നു കളഞ്ഞതാണോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയമുണ്ട്. അവർ അതിനും മടിക്കാത്തവനാണ്. തൽക്കാലം നീ രക്ഷപ്പെട്ടില്ലേ? നീ ഇനി അവരുടെ കാര്യമോർത്ത് വറി ചെയ്യണ്ട. അതിരിക്കട്ടെ, ഈ വിൽസൺ അങ്കിൾ കാണാൻ എങ്ങനെ? എന്ത് പ്രായമുണ്ട്? 30 വയസ്സ് കാണും, വീണ പറഞ്ഞു. അത്രയേ ഉള്ളൂ? അത്ഭുതത്തോടെ അവൾ ചോദിച്ചു. അതിൽ കൂടുതൽ കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. സുന്ദരനാണോ? അതെന്താ നീ മൂളിക്കളഞ്ഞത്? സുന്ദരനല്ലേ? ആണടി. നിത്യയുടെ കുത്തിയുള്ള ചോദ്യം കേട്ടപ്പോൾ വീണയ്ക്ക് അരിശം വന്നു. നിത്യ ഇങ്ങനെയാണ്. അവൾക്ക് ഇത്തരം വിഷയങ്ങളിലേക്ക് ഇത്തിരി താല്പര്യമുണ്ട്. വിൽസൺ അങ്കിൾ നിന്നെ അവിടുന്ന് വിടത്തില്ലേ മോളെ? ഹോസ്റ്റൽ കിട്ടില്ലെന്ന് പറഞ്ഞ് നിന്നെ കൂടെ കൂട്ടും. നോക്കിക്കോ. പോടി. അതൊക്കെ ഒരു രസമല്ലേടി. കിട്ടുന്ന ചാൻസ് കളയണ്ട. നിത്യ പൊട്ടിച്ചിരിച്ചു. വീണ കോൾ കട്ട് ചെയ്തു. ഉച്ച കഴിഞ്ഞ സമയമായിരുന്നു അത്. മൊബൈൽ മാറ്റി വെച്ചിട്ട് അവൾ തലയിണ ഉയർത്തി വെച്ച് ബെഡിൽ ചാരിയിരുന്നു. കോളേജിലെ കാര്യങ്ങളും ഹോസ്റ്റലിലെ തമാശകളും ഒക്കെ ഓർത്ത് അവൾ അങ്ങനെ ഇരുന്നു. പിന്നെ എപ്പോഴോ ഒന്ന് മയങ്ങി. ഉണർന്നപ്പോൾ 5 മണി. അവൾ വേഗം കുളിച്ച് വേഷം മാറി. വിൽസൺ എപ്പോൾ വരുമെന്ന് അറിയില്ലായിരുന്നു അവൾക്ക്. രാത്രിയാകുമോ? കൂടെ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുമോ? ഓർത്തപ്പോൾ അവൾക്ക് ഭയം തോന്നാതിരുന്നില്ല. 6 മണി കഴിഞ്ഞപ്പോൾ ഗേറ്റിന് വെളിയിൽ വിൽസന്റെ കാർ വന്നു നിന്നു. വീണ ഓടിച്ചെന്ന് ഗേറ്റിൻ്റെ പാളികൾ തുറന്നു വെച്ചു കൊടുത്തു. കാർ അകത്തേക്ക് കയറി പോർച്ചിൽ ചെന്ന് നിന്നു. ഗേറ്റ് അടച്ചിട്ട് അവൾ ചെന്നപ്പോഴേക്ക് വിൽസൺ കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. അയാൾ അവളെ നോക്കി പുഞ്ചിരിച്ചു. ഹണി ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോ? ഹോസ്റ്റൽ ശരിയായോ? അതറിയാനായിരുന്നു അവൾക്ക് തിടുക്കം. ഇല്ല, കുറച്ച് ദിവസം ഇവിടെ എൻ്റെ കൂടെ താമസിക്കേണ്ടി വരും നിനക്ക്. എന്താ, വിരോധമുണ്ടോ? വിൽസൺ ചോദിച്ചു. വീണ മിണ്ടിയില്ല. ചിരിച്ചുകൊണ്ട് അയാൾ വീട്ടിലേക്ക് കയറിപ്പോയി. അവൾ അവിടെ തന്നെ നിന്നു. ഡൈനിങ് ടേബിളിൽ നിന്ന് പ്ലേറ്റുകളെല്ലാം എടുത്ത് മാധുരി കഴുകി തുടച്ചു വെച്ചു. കിച്ചൺ ടേബിൾ വൃത്തിയാക്കി ഭിത്തിയിലെ ക്ലോക്കിൽ നോക്കിയപ്പോൾ മണി 9. ഇനി അഭിമോളെ ഉറക്കണം. അവൾ അഭിരാമിയുടെ മുറിയിലേക്ക് ചെന്നു. അമ്മയുടെ വരവും കാത്ത് ബെഡിൽ കിടക്കുകയായിരുന്നു അഭി. നേരത്തെ ഓറഞ്ച് നിറമായിരുന്നു അഭിയുടെ മുറിയുടെ ഭിത്തികൾക്ക്. ശ്രീകുമാരൻ നായരുടെ ഫ്രണ്ടായ ഒരു ഇൻറ്റീരിയർ ഡിസൈനറാണ് അഭിയുടെ മുറിയുടെ രൂപകൽപ്പന നടത്തിയത്. അഭിക്ക് ഉപയോഗിക്കാനുള്ള മേശയും കസേരയും മറ്റു ഫർണിച്ചറും ഒക്കെ ഡിസൈൻ ചെയ്തത് അയാളാണ്.
പെയിൻറ്റിൻ്റെ നിറവും ഭിത്തിയിലെ ചിത്രങ്ങളും അയാളാണ് സെലക്ട് ചെയ്തത്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന മുറിയാക്കി മാറ്റി അയാൾ. അഭിമോൾ 8ലും 9ലും ഒക്കെ ആകുമ്പോൾ ഈ ഒരു മേശയും കസേരയും ഒക്കെ മതിയാവുമോ ശ്രീയേട്ടാ? തമാശ മട്ടിൽ മാധുരി ഒരിക്കൽ ചോദിച്ചു. രമേശൻ അന്നും ഈ കൊച്ചിയിലൊക്കെ കാണും, നീ അക്കാര്യമോർത്ത് വേവലാതിപ്പെടേണ്ട, ശ്രീകുമാരൻ പറഞ്ഞു. രമേശൻ എന്നാണ് ഇൻറ്റീരിയർ ഡിസൈനറുടെ പേര്. മാധുരി ചെന്ന് അഭിയുടെ കിടക്കയിലിരുന്നു. അമ്മ കിടക്ക്, അഭി ആവശ്യപ്പെട്ടു. മാധുരി അവളുടെ അടുത്ത് കിടന്ന് ഒരു കൈയെടുത്ത് കെട്ടിപ്പിടിച്ചു. ഇന്ന് ഏത് കഥയാ അമ്മ പറയുന്നേ? എന്നും കഥ കേട്ടാലേ അഭി ഉറങ്ങൂ. പുതിയ കഥ തന്നെ വേണമെന്ന് നിർബന്ധമാണ്. 3ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഈ ശീലം. അറിയാവുന്ന കഥകളെല്ലാം മാധുരി ഏതാണ്ട് പറഞ്ഞു കഴിഞ്ഞു. അഭിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പഞ്ചതന്ത്രവും ഈസോപ്പ് കഥകളും കഥാസാഗരവുമൊക്കെ ഇടയ്ക്ക് ഷോപ്പിൽ നിന്ന് അവൾ വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം തീർന്ന് ഇപ്പോൾ ഷേക്സ്പിയറിൽ വരെ കൈവച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇന്നമ്മ മല്ലനും മാധേവനും എന്ന കഥയാണ് പറയാൻ പോകുന്നത്. ഉറൂബ് എഴുതിയ ആ കഥ ഇന്നലെയാണ് മാധുരിക്ക് ഓർമ്മ വന്നത്. അത് അഭിക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് അപ്പോൾ തന്നെ വിചാരിക്കുകയും ചെയ്തു. മല്ലൻ്റെയും മാധേവിൻ്റെയും കഥ അവൾ പറയാൻ തുടങ്ങി. കണ്ണുകൾ അടച്ച് കിടന്നാണ് അഭി കഥ കേൾക്കുന്നത്. മൂളി മൂളി കേൾക്കും. കഥ പതിയാവും മുമ്പേ അഭിയുടെ മൂളൽ കേൾക്കാതായി. മാധുരി മെല്ലെ എഴുന്നേറ്റ് അവളെ ഷീറ്റെടുത്ത് പുതപ്പിച്ച് ലൈറ്റും അടച്ച് പുറത്തിറങ്ങി മുറിയുടെ വാതിൽ ചാരി. ഇനി ഒരു ജോലി കൂടിയുണ്ട്. അവൾ കിച്ചണിലേക്ക് ചെന്ന് ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് കൃത്യം 1 ഗ്ലാസ് കാച്ചിയെടുത്തു. പഞ്ചസാര ചേർത്ത് ഇളം ചൂടോടെ അവൾ അതുമായി ശ്രീകുമാരൻ്റെ ഓഫീസ് റൂമിലേക്ക് ചെന്നു. 3 ബെഡ്റൂമുള്ള ഫ്ലാറ്റാണ്. അതിലൊരു മുറി ഓഫീസാക്കി മാറ്റിയിരിക്കുകയാണ് ശ്രീകുമാർ. അവൾ പാലുമായി ചെന്നപ്പോൾ അയാൾ ഏതോ കേസിൻ്റെ തടിച്ച ഫയലിൽ കണ്ണു നട്ടിരിക്കുകയായിരുന്നു. മേശപ്പുറം നിറയെ ഫയലുകളാണ്. ഭിത്തി അലമാരയിൽ നിന്ന് നിയമപുസ്തകങ്ങൾ, ആഴ്ചതോറും തപാലിൽ വരാറുള്ള ജേണലുകൾ അടുക്കി നിലത്ത് വച്ചിരിക്കുന്നു. കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഏതോ കോടതി വിധിയുടെ പകർപ്പ്. ശ്രീകുമാർ തലയുയർത്തി നോക്കി. മോൾ ഉറങ്ങിയോ? അയാൾ ചോദിച്ചു. അവൾ നീട്ടിയ പാൽ അയാൾ വാങ്ങി. കാഴ്ചയിൽ വിൽസനേക്കാൾ സുന്ദരനാണ് ശ്രീകുമാരൻ. വെളുത്തു തൊടുത്ത ശരീരം, ചുവപ്പ് രാശിയുള്ള ചുണ്ടുകൾ, സമർത്ഥമായ മുടി, ഭംഗിയുള്ള ചിരി. പക്ഷേ സൗന്ദര്യം മാത്രമല്ലല്ലോ ഇഷ്ടത്തിൻ്റെ അളവുകോൽ നിർണ്ണയിക്കുന്നത്. ഇന്ന് ഏത് കഥയായിരുന്നു? പാൽ അല്പം കുടിച്ചിട്ട് അയാൾ ചോദിച്ചു. മല്ലനും മാധേവനും. ഞാൻ കേട്ടിട്ടില്ല. സമയമുണ്ടായിരുന്നെങ്കിൽ കേൾക്കാൻ കിടന്നു തന്നേനെ. അവൾ ചിരിച്ചു. അഭി ഒരു സാഹിത്യകാരിയാകുമെന്ന് എനിക്ക് തോന്നുന്നത്, അയാൾ പറഞ്ഞു. ഏതായാലും വക്കീലാകാതിരുന്നാൽ മതിയായിരുന്നു. അവൾ പറഞ്ഞത് കേട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. തിരക്ക് കുറയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് മാധുരി, പക്ഷേ കക്ഷികൾ വന്ന് നിർബന്ധിക്കുമ്പോൾ. അയാൾ നിസ്സഹായതയോടെ പറഞ്ഞു. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ശ്രീയേട്ടാ, ജോലി നടക്കട്ടെ, എന്നാലേ അധികം ഉറക്കമൊഴിക്കേണ്ട. ഇല്ല. ഒഴിഞ്ഞ ഗ്ലാസ് വാങ്ങി അവൾ കിച്ചണിലേക്ക് ചെന്നു. ഗ്യാസ് സിലിണ്ടറിൻ്റെ നോബ് ഓഫ് ചെയ്തു. ലൈറ്റുകൾ അണച്ചു. ബെഡ്റൂമിൽ ചെന്നപ്പോൾ 10 മണി. മാസ്റ്റർ ബെഡ്റൂമാണ്. അത് രമേശനാണ് ഡിസൈൻ ചെയ്തത്. കണ്ണിന് കുളിർമ തരുന്ന നിറങ്ങൾ, ആഭിജാത്യം വിളിച്ചോതുന്ന ഫർണിച്ചർ, മനോഹരമായ കർട്ടൻ. ജനാല തിരശ്ശീല അവൾ ഒരു വശത്തേക്ക് നീക്കിയിട്ടു. നേരെ കാണുന്നത് കായലിൽ നങ്കൂരമിട്ട കപ്പലുകളും അവയിൽ നിന്ന് വെള്ളത്തിൽ പതിക്കുന്ന അനേകം പ്രകാശപ്പൊട്ടുകളുമാണ്. മറൈൻ ഡ്രൈവിലുള്ള അപ്പാർട്ട്മെൻറ്റിലെ 7ാം നിലയിലുള്ള ഫ്ലാറ്റിലാണ് അവർ താമസിക്കുന്നത്. അവൾ ചെന്ന് മേശപ്പുറത്തിരുന്ന മൊബൈൽ എടുത്ത് നോക്കി. ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നു. വിൽസൺ അയച്ചത്. അവൾക്ക് അത്ഭുതം തോന്നി. ആർ യു ഫ്രീ? അരമണിക്കൂർ മുമ്പാണ് മെസ്സേജ് വന്നത്. വാതിലടച്ച് അവൾ വിൽസനെ വിളിച്ചു. എന്താ വിൽസ്? ഇവിടെ WCയിൽ നിനക്ക് ഒരു കൂട്ടുകാരിയുണ്ടെന്നല്ലേ പറഞ്ഞത്? അയാൾ ചോദിച്ചു. അതെ, നിർമ്മല. അവൾ ഇന്ത്യൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അവളെ വിളിച്ചൊന്ന് അന്വേഷിക്കാമോ? ബെഡോ റൂമോ ഒഴിവുണ്ടോന്ന്? അത്യാവശ്യമാണ്, ഉടൻ വേണം. ആർക്കാ വിൽസ്? അങ്ങാടിക്കലുള്ള ഈപ്പച്ചായൻ്റെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? പുള്ളിയുടെ മോൾക്കാണ്. ഹണിയെക്കുറിച്ച് അയാൾ ഒരു ചെറു വിവരണം കൊടുത്തു. അവളിപ്പോൾ അവിടെയുണ്ടോ? ഇന്നലെ വന്നു. സിറ്റിയിലുള്ള മിക്ക ലേഡീസ് ഹോസ്റ്റലിലും അന്വേഷിച്ചു കഴിഞ്ഞു. ഒരു രക്ഷയുമില്ല. തൽക്കാലം അവൾ നിന്റെ വീട്ടിൽ താമസിക്കട്ടെ വിൽസ്. മാധുരി ഒരു പോംവഴി പറഞ്ഞു. അത് വേണ്ട. അതെന്താ? അത് ശരിയാവത്തില്ല. നീ നിന്റെ കൂട്ടുകാരിയെ വിളിച്ച് നാളെ തന്നെ ഹണിയെ അങ്ങോട്ട് മാറ്റാൻ വേണ്ട ഏർപ്പാട് ചെയ്യണം. നിർമ്മലയോട് ഞാൻ പറയാം. ശരി മധു, നാളെ വിവരം അറിയിക്കണം. ഞാൻ വിളിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് വിൽസ്. വിൽസൺ ഫോൺ കട്ട് ചെയ്തു. അവസാനത്തെ പ്രതീക്ഷയാണ് YWCയെ എത്രയും വേഗം ഇവിടുന്ന് ഹണിയെ മാറ്റണം.
അവൾ ഇവിടെ ഉണ്ടെങ്കിൽ ആളുകൾ വെറുതെ ഓരോന്നൊക്കെ ചിന്തിക്കും. തന്നെയുമല്ല, വേറെ പല അസൗകര്യങ്ങളുമുണ്ട്. ചിന്തിച്ചു കിടന്ന വിൽസൺ എപ്പോഴോ ഉറങ്ങി. രാവിലെ അയാൾ പതിവ് നടത്തം കഴിഞ്ഞു വന്നപ്പോഴേക്ക് വീണ പുട്ടുണ്ടാക്കി വെച്ചിരുന്നു. തലേ ദിവസം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുട്ടുപൊടിയും റവയും അയാൾ വാങ്ങിക്കൊണ്ടു വന്നിരുന്നു. വീണയോടൊപ്പം ഇരുന്നാണ് അയാൾ രാവിലെ കാപ്പി കുടിച്ചത്. പുട്ടും ഞാലിപ്പൂവൻ പഴവും. അപ്പോഴാണ് അയാളുടെ മൊബൈൽ ബെല്ലടിച്ചത്. നോക്കിയപ്പോൾ വിദേശത്ത് നിന്നുള്ള വിളിയാണ്. ഹലോ. അയാൾ കോൾ എടുത്തു. വിൽസ, ഇത് സിഡ്നിയിൽ നിന്ന് ഈപ്പച്ചന. ഓസ്ട്രേലിയയിൽ നിന്ന് ഹണിയുടെ ചാച്ചൻ. അവിടെ എപ്പോഴെത്തി ചായ? യാത്രയൊക്കെ സുഖമായിരുന്നോ? എന്തുണ്ട് വിശേഷങ്ങൾ? ഹണിയുടെ ചാച്ചനാണ് വിളിക്കുന്നതെന്ന് വീണയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി. അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ഹോസ്റ്റൽ ഇതുവരെ ശരിയായില്ല ചായ. ചിലപ്പോൾ YWCAയിൽ കിട്ടിയേക്കും. ഹണി എൻ്റെ അടുത്തുണ്ട്, ഇതാ കൊടുക്കാം. വിൽസൺ വീണയുടെ നേർക്ക് മൊബൈൽ നീട്ടി. നിന്റെ ചാച്ചന, സംസാരിക്കേ. വിറയ്ക്കുന്ന കൈകളോടെ അവൾ മൊബൈൽ വാങ്ങി. ദൈവമേ, എല്ലാം അവസാനിക്കാൻ പോവുകയാണ്. ഹണി, ചാച്ചനാ മോളെ, ഇന്നലെ 2 തവണ നിന്നെ വിളിച്ചിരുന്നല്ലോ. എന്താ നീ ഫോൺ എടുക്കാത്തെ? ഈപ്പച്ചൻ്റെ സ്വരം വിദൂരതകളിൽ എവിടെ നിന്നോ പോലെ വീണയുടെ കാതുകളിലേക്ക് വീണു. അവൾ മുഖമൊന്നുയർത്തി. വിൽസൺ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. മോളെ, നീ വിൽസൻ്റെ വീട്ടിലല്ലയോ? നിന്റെ നമ്പറിൽ വിളിച്ചിട്ട് ബെല്ലടിച്ചതല്ലാതെ എടുത്തില്ല. അതുകൊണ്ടാ വിൽസൻ്റെ നമ്പറിൽ വിളിച്ചേ. ഞാനിതിപ്പം ബെറ്റിയുടെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നേ. ഹണിയുടെ ചാച്ചൻ സംസാരിച്ചുകൊണ്ടേയിരുന്നു. വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് മൊബൈൽ അമർത്തി പിടിച്ച് വീണ വിളറിയ മുഖത്തോടെയിരുന്നു. തിരിച്ചെന്തെങ്കിലും പറയേണ്ടി വരുമ്പോഴാണ് അപകടം. ഹണിയല്ല സംസാരിക്കുന്നതെന്ന് അവളുടെ ചാച്ചനുടൻ പിടികിട്ടും. മോളെ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്കവിടെ പ്രയാസമൊന്നുമില്ലല്ലോ? പെട്ടെന്നാണ് വീണയ്ക്കൊരു ബുദ്ധി തോന്നിയത്. അവൾ ചെവിയിൽ നിന്ന് മൊബൈൽ എടുത്ത് ഒന്ന് നോക്കിയിട്ട് സൂത്രത്തിൽ ചുവന്ന ക്യാൻസൽ ബട്ടണിൽ വിരലമർത്തി. അതോടെ കോൾ കട്ടായി. വിൽസൺ അത് മനസ്സിലായി കാണില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. എനിക്കിവിടെ സുഖമാണ് ചാച്ച. സെറ്റ് വീണ്ടും ചെവിയോട് ചേർത്ത് പിടിച്ച് അവൾ പറഞ്ഞു. വിൽസൺ അത് കേട്ടൊന്ന് പുഞ്ചിരിച്ചു. അങ്കിൾ പല ഹോസ്റ്റലിലും അന്വേഷിക്കുന്നുണ്ട്. റൂം കിട്ടിയാലുടൻ അങ്ങോട്ട് മാറും. അല്ലെങ്കിൽ കൊല്ലത്ത് ചെന്ന് ബാങ്ക് കോച്ചിങ് ക്ലാസ്സിൽ ചേരാമെന്നാണ് വിചാരിക്കുന്നത്. വിൽസൺ കേൾക്കാൻ വേണ്ടിയാണ് വീണ അങ്ങനെ പറഞ്ഞത്. ഹോസ്റ്റൽ കിട്ടിയില്ലെങ്കിൽ താൻ ഉടൻ സ്ഥലം വിടുമെന്ന് പുള്ളിയൊന്ന് മനസ്സിലാക്കട്ടെ. കഴിക്കുന്നതിനിടയിൽ അയാൾ തലയുയർത്തി നോക്കുന്നത് അവൾ അപ്പോൾ കണ്ടു. ഫ്ലൈറ്റിൽ അമ്മച്ചി ആദ്യമായിട്ടാണല്ലോ പോകുന്നത്. അസുഖമൊന്നും ഉണ്ടായില്ലേ? ബെറ്റി ചേച്ചി സുഖമായിരിക്കുന്നോ? റോബിൻ ചേട്ടനോട് എൻ്റെ അന്വേഷണം പറയണേ. ആദ്യത്തെ പരിഭ്രമം മാറിയപ്പോൾ സ്വാഭാവിക രീതിയിൽ അവൾ മൊബൈലിലേക്ക് സംസാരിച്ചു. ശരി ചാച്ച, അമ്മച്ചിയുണ്ടോ അടുത്ത്? വെളിയിൽ പോയേക്കുവാണോ? ചെന്നപ്പോൾ തന്നെ സർക്കിട്ട് തുടങ്ങിയോ? ആരാ? ബെറ്റി ചേച്ചിയാണോ കൊണ്ടുപോയേ? ശരി, പിന്നെ സംസാരിച്ചോളാം. അവൾ മൊബൈൽ തിരികെ ഡൈനിങ് ടേബിളിലേക്ക് വെച്ചു. എന്തുവാ ബാങ്ക് കോച്ചിങ്ങിൻ്റെ കാര്യം പറഞ്ഞേ? വിൽസൺ ചോദിച്ചു. ചാച്ചനും അമ്മച്ചിയും ഓസ്ട്രേലിയക്ക് പോകുമ്പോൾ കൊല്ലത്തെ ഏതെങ്കിലും ബാങ്ക് കോച്ചിങ് സെൻറ്ററിൽ എനിക്ക് അഡ്മിഷൻ മേടിച്ചിട്ട് അവിടെ ഹോസ്റ്റലിലാക്കാനായിരുന്നു ചാച്ചൻ്റെ ഒറിജിനൽ പ്ലാൻ. അപ്പോഴാണ് വിൽസണെങ്കിൽ ഇടയ്ക്ക് ചെന്ന് ചാടിക്കൊടുത്തത്. അതിനെന്താ കുഴപ്പം? വഴിയെ പോയി വയ്യാവലി എടുത്ത് തലയിൽ വെക്കേണ്ടി വന്നില്ലേ? തൽക്കാലം അപകടത്തിൽ നിന്ന് ബുദ്ധിപരമായി രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷം കാരണം അവൾക്ക് തമാശ പറയാൻ കഴിഞ്ഞു. വിൽസൺ ചിരിച്ചു. വരാനുള്ളത് വഴിയിൽ തങ്ങത്തില്ലെന്ന. എനിക്ക് ടെക്നോ പാർക്കിൽ ജോലി മേടിച്ചു തരാമെന്ന് പറഞ്ഞതാണ് ബാങ്ക് കോച്ചിങ് മാറിപ്പോകാൻ കാരണം. അതുമാത്രമല്ല, ന്യൂ ജനറേഷൻ പെൺപിള്ളേർ വഴിതെറ്റിപ്പോകാൻ എളുപ്പമാണെന്ന നിൻ്റെ ചാച്ചൻ്റെ അമ്മച്ചിയുടെയും വിചാരം. ലോക്കൽ ഗാർഡിയൻ ഗാർഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് നടക്കത്തില്ലല്ലോ എന്നാണ് പാവങ്ങളുടെ വിശ്വാസം. അയാൾ പറഞ്ഞത് കേട്ട് അവൾക്ക് ചിരിക്കാതിരിക്കാൻ സാധിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവർ എഴുന്നേറ്റു. വീണ പ്ലേറ്റുകൾ എടുത്ത് കഴുകി തുടച്ചു വെച്ചു. ഉച്ചഭക്ഷണം എങ്ങനെ? ഓഫീസിലേക്ക് പോകാൻ വേഷം ധരിച്ചു വന്ന വിൽസൺ ചോദിച്ചു. ആട്ട കുറച്ച് ബാക്കിയുണ്ട്, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചോളാം. വലിയ കുക്കാണെന്നല്ലേ അവകാശപ്പെടുന്നത്? നമുക്ക് വൈകുന്നേരം പോയി കുറച്ച് അരിയും മറ്റ് സാധനങ്ങളും പച്ചക്കറിയും മേടിച്ചാലോ? നോ പ്രോബ്ലം. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ട് ഹോസ്റ്റൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ കൊല്ലത്തിന് പോകും. അവൾ മുന്നറിയിപ്പ് കൊടുത്തു. നോ പ്രോബ്ലം. അവൾ ചിരിച്ചു. കാറെടുത്ത് വിൽസൺ പോയി. വീണ ചെന്ന് ഗേറ്റ് അടച്ച് കുറ്റിയിട്ടിട്ട് മൊബൈൽ എടുത്ത് ഹണിയെ വിളിച്ചു. ഹലോ വീണ. അവൾ പെട്ടെന്ന് ഫോൺ എടുത്തു. എടി, ഞാനിപ്പോൾ വലിയ ഒരു അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. വീണ പറഞ്ഞു. അയ്യോ, വിൽസണെങ്കിൽ നിന്നെ എന്തെങ്കിലും? പോടി, അതൊന്നുമല്ല. വീണയ്ക്ക് അരിശം വന്നു. പിന്നെന്താണ്? നിന്റെ ചാച്ചനിപ്പോൾ അങ്കിളിനെ വിളിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് മൊബൈൽ തന്നു ചാച്ചനോട് സംസാരിക്കാൻ.
അയ്യോ, എന്നിട്ട്? ഉദ്യോഗത്തോടെ ഹണി ചോദിച്ചു. എന്നിട്ടെന്താ, ഞാൻ സംസാരിച്ചു. ഞാനല്ല സംസാരിച്ചതെന്ന് ചാച്ചന് മനസ്സിലായില്ലേ? എൻ്റെ സംസാരം നിൻ്റെ ചാച്ചൻ കേട്ടെങ്കിലല്ലേ മനസ്സിലാകൂ. രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് വീണ അവൾക്ക് പറഞ്ഞു കൊടുത്തു. എടി, ചാച്ചൻ എന്നെയാണ് ആദ്യം വിളിച്ചത്. പേടിച്ചിട്ട് ഞാൻ എടുത്തില്ല. സംസാരിച്ചാൽ കള്ളത്തരം മനസ്സിലാകുമോ എന്നായിരുന്നു പേടി. തന്നെയുമല്ല, ശ്രീ വിടുണ്ടായിരുന്നു അപ്പോൾ. കോൾ എടുത്ത് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുമായിരുന്നു ഞങ്ങളപ്പോൾ. ഓഫീസിൽ പോകാതെ പകലും വീട്ടിലിരുന്ന് മധുവിധു ആഘോഷിക്കുകയാണോ നിങ്ങൾ? ചിരിച്ചുകൊണ്ട് വീണ ചോദിച്ചു. ശ്രീക്ക് ഇന്ന് വൈകുന്നേരം പോയാൽ മതി, നൈറ്റ് ഷിഫ്റ്റാണ്. ഹണി ചിരിച്ചു. ചിരിക്കണ്ട, ചാച്ചൻ ഇനിയും വിളിക്കും. ഇന്ന് രക്ഷപ്പെട്ടതുപോലെ അടുത്ത തവണ രക്ഷപ്പെടാൻ എനിക്ക് പറ്റിയെന്ന് വരത്തില്ല. നീ എന്തെങ്കിലും ചെയ്യണം, വീണ ആവശ്യപ്പെട്ടു. നീ പേടിക്കണ്ട, ബെറ്റി ചേച്ചിയുടെ നമ്പറിൽ ഞാൻ വിളിക്കാം. എന്നിട്ട് ഇനി വിൽസൺ അങ്കിളിൻ്റെ നമ്പറിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയാം, പോരെ? അത് മതി. അവിടെ എന്ത് സംഭവിച്ചാലും അപ്പോൾ എന്നെ അറിയിക്കണം. അതനുസരിച്ച് വേണം എനിക്ക് സംസാരിക്കാൻ. ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ ചാച്ചൻ വിളിക്കാതിരിക്കത്തില്ല. അപ്പോൾ അങ്കിളും ഞാനും ചാച്ചനോട് പറയുന്നതിൽ പൊരുത്തക്കേടുണ്ടാകാൻ പാടില്ലല്ലോ. 2 ദിവസത്തിനകം ഹോസ്റ്റൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ കൊല്ലത്ത് ബാങ്ക് കോച്ചിങ് സെൻറ്ററിൽ അഡ്മിഷൻ മേടിക്കുമെന്ന് അങ്കിളിനോട് പറഞ്ഞു. വീണ അറിയിച്ചു. നീ പോകുമോ? വേറെ നിവൃത്തിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എത്ര ദിവസമാണ് ഞാനിങ്ങനെ ഒരഭയാർത്ഥിയെപ്പോലെ? അവിടെ ഫീസ് കൊടുക്കേണ്ടി വരും. പിന്നെ ഹോസ്റ്റൽ ഫീസ് നല്ല തുക വേണ്ടി വരും. അത് നിൻ്റെ കയ്യിലുണ്ടോ? അപ്പോഴാണ് ആ യാഥാർത്ഥ്യം വീണയ്ക്ക് ബോധ്യപ്പെട്ടത്. 1000 രൂപയിൽ താഴെയേ ഉള്ളൂ. അത് ഞാൻ ഓർത്തില്ലടി, ഖേദത്തോടെ വീണ പറഞ്ഞു. നീ വിഷമിക്കണ്ട, വിൽസൺ അങ്കിൾ നിനക്ക് എന്തെങ്കിലും ജോലി ഉടൻ മേടിച്ചു തരും. ചാച്ചനെ കൊണ്ട് ഞാൻ അങ്കിളിനോട് പറയിപ്പിക്കാം. ശരി മോളെ, വെച്ചോ. ശ്രീ കുളി കഴിഞ്ഞിറങ്ങിയെന്ന് തോന്നുന്നു. അവനിപ്പോൾ നല്ല വിശപ്പാണ്. എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. കോൾ കട്ടായി. വീണ അല്പനേരം അതേ ഇരിപ്പിരുന്നു. കോളേജിലെ ഫീസും ഹോസ്റ്റൽ ഫീസും കൊടുത്തിരുന്നത് കരുണൻ അങ്കിളാണ്. അതുകൂടാതെ പോക്കറ്റ് മണിയായി ഒരു സംഖ്യ എല്ലാ മാസവും അവളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇടുകയും ചെയ്യുമായിരുന്നു. ബാങ്കിൽ ഇപ്പോൾ 2000 മറ്റോ ബാലൻസ് കണ്ടേക്കും. തൽക്കാലം താമസിക്കാൻ ഒരിടം കിട്ടി. പക്ഷേ ഇവിടുന്ന് പോകേണ്ടി വന്നാൽ? ആ ഓർമ്മയിൽ വീണ ഒന്ന് ഞെട്ടി. അടുത്ത ഭാഗം നാളെ.